കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. നമ്മൾ 64 കഴിഞ്ഞിട്ടാണ് നിർത്തിയത്. അതിൽ നമ്മൾ പ്രസാദം അധികച്ചതി എന്ന് പറഞ്ഞു അല്ലേ. പ്രസാദം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടണം, അല്ലെങ്കിൽ ഭഗവാന് നൈവേദ്യം അർപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ അത് കഴിച്ചു എന്ന് സങ്കല്പിച്ച് നമ്മൾ ബാക്കി കഴിക്കുന്ന പ്രസാദം തന്നെയായിട്ട് നമ്മൾ പറയാതെ തെറ്റൊന്നുമില്ല. പക്ഷേ ഇവിടെ പ്രസാദം എന്നുള്ളത് ഹൃദയത്തിൻ്റെ പ്രസാദത്വം, അതായത് എപ്പോഴും സന്തോഷത്തിലിരിക്കുന്ന ഒരു ഹൃദയം അല്ലേ. ആനന്ദ നിർവൃതിയിലിരിക്കുന്നത്, കോൺസ്റ്റൻറ്റ് ബ്ലിസ്സിലിരിക്കണം ഹൃദയം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറഞ്ഞ്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ പറഞ്ഞല്ലോ, അസൂയ ഉണ്ടാവില്ല, കാരുണ്യം ഉണ്ടാവും, എല്ലാവരുടെ സന്തോഷത്തിലും പങ്കുകൊള്ളും, നെഗറ്റീവ് തോട്ട്സൊക്കെ വളരെ കുറവായിരിക്കും, മോസ്റ്റ്ലി ഒരു സാത്വിക് ആളാവും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. സർവത്ര സമഭാവനയാവും എന്നൊക്കെ പറഞ്ഞല്ലോ. ഇനി അടുത്ത ഇതിൽ ഇങ്ങനെയൊക്കെ ഒരു മനസ്സിന് പ്രസാദം ഉണ്ടായാൽ, അല്ലെങ്കിൽ ആരാണ് അങ്ങനത്തെ ആനന്ദ നിർവൃതിയിൽ കോൺസ്റ്റൻറ്റ് ബ്ലിസ്സിൽ ഇരിക്കണ ആ ആളുടെ ഒക്കെ എന്ത് സംഭവിക്കുന്നു എന്നാണ് പറയണത് കേട്ടോ. അങ്ങനെയുള്ള ആളെ ശരിക്കും സ്ഥിതപ്രജ്ഞനാവാനുള്ള എളുപ്പം അങ്ങനെയുള്ള ആൾക്കാണെന്നൊക്കെ പറയണതാണ് കേട്ടോ. ഇനി അപ്പം നമുക്ക് 65 വായിക്കാം. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായത്തെ പ്രസന്നചേതസോ ഹ്യാശു ബുദ്ധി പര്യവതിഷ്ഠത്തെ. അതായത് പ്രസന്ന ഹൃദയനായാലത്തെ ഗുണം എന്താ പറയണറിയോ? പ്രസാദേ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ശാന്തമായ ഒരവസ്ഥയിൽ അസ്യ, ആ ആളൊക്കെ കുറേ സത്യം മനസ്സിലായ ആളൊക്കെ അങ്ങനെ ശാന്തമായിട്ടിരിക്കാൻ പറ്റുള്ളൂ. അത് സത്യം എന്താണ്? ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ് എന്ന് നല്ലോണം ബോധ്യം വന്ന് കുറേയൊക്കെ ആത്മാവിൽ തന്നെ എസ്റ്റാബ്ലിഷ്ഡായിട്ട് ആത്മാവിൽ തന്നെ വർത്തിക്കുന്ന ആൾക്കേ ഈ ശാന്തി ഉണ്ടാവുള്ളൂ. അതാണ് അങ്ങനെ സത്യമറിഞ്ഞ ആളുടെ, അതായത് ഇങ്ങനത്തെ പ്രസാദ മനസ്ഥിതി ഉള്ള ആളൊക്കെ എന്താ ഉണ്ടാവുക? സർവ്വദുഃഖാനാം ഹാനി ഉപജായതേ, അവരുടെ എല്ലാ ദുഃഖങ്ങളും നശിക്കും. കാരണം എന്താ, ഇതൊക്കെ ഞാൻ ആത്മാവാണെന്ന് വിചാരിച്ചാൽ പിന്നെ ആത്മാവിനെ ഒന്നും അഫക്റ്റ് ചെയ്യണില്ല എന്നുള്ളത് ബോധ്യവും. അപ്പോൾ ഈ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അഹങ്കാരം കൊണ്ടും വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അല്ലെങ്കിൽ ദുഃഖങ്ങളൊക്കെ നിസ്സാരമാവും. അതൊന്നും ഏഷണില്ല എന്ന് പറയും നമ്മളല്ലേ. അതൊന്നും എഫക്റ്റഡ് ആവണില്ല ആത്മാവ്. ഞാൻ ആത്മാവായി വർത്തിക്കുമ്പോൾ അതാണ് എല്ലാ ദുഃഖം ഇല്ലാണ്ടേ എന്ന് പറയണത്. വെച്ചാൽ ആ ദുഃഖമൊന്നും എൻ്റെ ദുഃഖമല്ല, ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഈ ആത്മാവാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ ദുഃഖമൊക്കെ നശിച്ച ഫലം തന്നെയല്ലേ. അതാണ് ഡിസ്ട്രോയിഡ്. ഹാനി ഉപജായതേ പറഞ്ഞ അതൊക്കെ നശിക്കും. ആ ദുഃഖങ്ങളൊന്നും നമുക്കില്ലാത്ത പോലെ തന്നെയാണ്, നമ്മൾ അനുഭവിക്കില്ല എന്നർത്ഥം. എന്താ കാരണം വെച്ചാൽ പ്രസന്നചേതസഹ ബുദ്ധി, ഈ ഇങ്ങനെ നല്ല അവനവനിൽ തന്നെ ഇരുന്ന ആത്മാനന്ദം അനുഭവിക്കുന്ന ആളുടെ ബുദ്ധി ആശു പര്യവതിഷ്ഠത, അത് അങ്ങനെയുള്ള ആൾക്ക് ആ ആത്മാവിൽ തന്നെ വർത്തിക്കാൻ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡായിട്ടിരിക്കാൻ സാധിക്കും. അതായത് ഒരാൾക്ക് നല്ല ശാന്തി ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവർ ഒരു താപങ്ങളും അനുഭവിക്കണില്ല. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പേ താപത്രയങ്ങൾ, അതായത് മറ്റുള്ളവർ നമ്മളിൽ ഏൽപ്പിക്കുന്ന ദുഃഖം, അതാണ് ആധിഭൗതിക ദുഃഖം. മറ്റുള്ളവരോ മറ്റുള്ള കാര്യങ്ങളോ സാധനങ്ങളോ നമ്മുടെ പുറത്തുനിന്നുള്ള ഏതെങ്കിലും നമുക്ക് ദുഃഖം തരണതാണെങ്കിലാണ് ആധിഭൗതിക ദുഃഖം. അതുണ്ടാവാം. വല്ലവരും നമ്മളോട് ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ വല്ലതും നമ്മളെ കടിച്ചു, അല്ലേ, എന്തെങ്കിലും ജന്തുക്കളോ, അതൊക്കെ ആധിഭൗതിക ദുഃഖമാണ്, വേറൊരാൾ നമ്മളിൽ ഏൽപ്പിക്കുന്നത്. പിന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവണ ദുഃഖങ്ങൾ, നമ്മുടെ മനസ്സിൻ്റെ വിഷമങ്ങൾ, ആരും നമുക്ക് വേറൊരാൾ കാരണമല്ല. അല്ലെങ്കിൽ നമുക്ക് പനി വന്നു, തലതിരിച്ചിൽ വന്നു, അങ്ങനത്തെയൊക്കെ അതൊക്കെ ആധ്യാത്മിക ദുഃഖമാണ്, അവനവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരണത്.
പിന്നെ ആധിദൈവികം എന്ന് പറയും, അതായത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, അതായത് പ്രകൃതിക്ഷോഭം കൊണ്ടുവരുന്ന. അപ്പോൾ ഇങ്ങനെ ശാന്തിയുള്ള ആളെ ഇതൊന്നും ബാധിക്കില്ല. അപ്പോൾ എല്ലാ താപത്രയങ്ങളൊന്നും അവരനുഭവിക്കില്ല. അപ്പോൾ ഈ ബുദ്ധി ഉണ്ടല്ലോ, അവരുടെ ബുദ്ധി, ഇവിടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഏതാണ് സത്യം ഏതാണ് സത്യമല്ലാത്തതെന്ന് അറിയണ ആൾ. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ഏതാണ് ആത്മാവ് ഏതാണ് അനാത്മാവ്, ആത്മാവല്ലാത്തത്. മീൻസ് ആത്മാവല്ലാത്തതാണ് ഈ ലോകത്തിലത്തെ എല്ലാം, അനാത്മാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുക ബുദ്ധി ശരിക്കും വിവേകം എന്താ, ആത്മാനാത്മവിവേകം. അതായത് ആത്മാവും അനാത്മാവും ഏതാണ് മനസ്സിലാക്കാനുള്ള ആ പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇവിടെ അതാണ് വിചാരിക്കണം കേട്ടോ, അതാണ് സത്യബുദ്ധി. അതായത് സത്യം ഏതാണെന്ന് അറിയാം, മിഥ്യ ഏതാണെന്നും, സത്യം ജഗൻ മിഥ്യ എന്നുള്ളത് അനുഭവമായിട്ടുള്ള ആൾ. അതായത് അങ്ങനെയുള്ള ആൾക്ക് ഇതൊന്നും ബാധിക്കില്ല. അപ്പം നമ്മൾ എത്രത്തോളം ആത്മാവിനെ ധ്യാനിക്കണോ അത്രത്തോളം നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം നമ്മൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ധ്യാനിക്കണോ അത്രത്തോളം നമ്മളെ പുൾസ് അസ് ഡൗൺ സംസാരത്തിലേക്ക്. സംസാരത്തിൽ നിന്ന് വിട്ടു നിന്നാലേ ദുഃഖം മാറുള്ളൂ എന്ന് ഉറപ്പാണല്ലോ. അപ്പോൾ സംസാരത്തിൽ നിന്ന് നമുക്ക് മുമ്പോട്ട് പോകാനുള്ള, അല്ലെങ്കിൽ മുകളിലോട്ട് പോയിട്ട് ആ ആനന്ദത്തിന് എത്താനുള്ള വഴി ആത്മധ്യാനമാണ്. സംസാരത്തിലേക്ക് തിരിച്ചു വരിക എപ്പോഴാണ്? വിഷയധ്യാനം അല്ലേ? അതാണ് നമ്മളിതിനു മുമ്പ് പറഞ്ഞല്ലോ. അതെ, അപ്പോൾ നമുക്ക് ഈ പ്രസാദ ആയിട്ടുള്ള ആ അവസ്ഥയിൽ ശരിക്കും പറയുക വെച്ചാൽ നോക്കൂ, ആലോചിച്ച് നോക്കിയാൽ എല്ലാ ജീവികളും ആ ശാന്തി ഉള്ള അവസ്ഥയിലേക്ക് പോവാനാണ് ആഗ്രഹിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ സകല ജീവജാലങ്ങളും ആ ശാന്തമായ അവസ്ഥയെ പ്രാപിക്കാനാണ് ആഗ്രഹിക്കുന്നത്, അറിഞ്ഞിട്ടല്ല അറിയാണ്ടേലും. പക്ഷേ നമുക്ക് ഈ ലിമിറ്റേഷൻസ് ഉണ്ട്, ഉപാധികളുണ്ട്. എന്തൊക്കെ നമ്മുടെ ഉപാധികളറിയോ? ആദ്യത്തെ ശരീരമാണ് നമ്മുടെ ഒരു ഉപാധി, ലിമിറ്റേഷൻ. രണ്ടാമത്തെ മനസ്സ്, മൂന്നാമത്തെ അഹങ്കാരം. അപ്പോൾ ഈ 3 ലിമിറ്റേഷൻ ഉപാധികൾ കാരണമാണ് നമുക്ക് ആ ശാന്തിയിലേക്കുള്ള നമ്മുടെ ഓട്ടം, ശാന്തിയിലേക്ക് നമ്മൾ പോകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അതിന് തടസ്സമാവണത് ഞാൻ ശരീരമാണ്, എൻ്റെ ഈ മനസ്സിൽ പൊങ്ങി വരുന്നതെല്ലാം ശരിയാണ്, ഞാൻ അനുഭവിക്കുന്നതാണ്, ഞാൻ ശരീരമാണ്, ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കണ ഈ മനസ്സിൽ പൊന്തി വരുന്നതെല്ലാം ഞാൻ അനുഭവിക്കുന്നതാണ് എന്നുള്ള അഹങ്കാരം ഉണ്ടല്ലോ, അതാണ് നമ്മളെ ഈ ദുഃഖത്തിലേക്ക് താഴ്ത്തണത്. അതാണ് നമ്മുടെ പ്രസാദ ഗതിയിലേക്ക് പോകാൻ സമ്മതിക്കാത്ത ആ അവസ്ഥയിലേക്ക്. പക്ഷേ നമ്മൾ ശരിക്കും പറയാച്ചാൽ ആത്മാവാണ്. പക്ഷെ എന്താ ചെയ്യുക, നമുക്ക് പറ്റണില്ല ബോഡിയിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനേ. അങ്ങനെ ബോഡിയിൽ നിന്ന് മാറി നിന്നാൽ മാത്രമേ നമുക്ക് ആത്മാവിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് അബൈഡിങ് ഇൻ ദ സെൽഫ് എന്ന് പറഞ്ഞില്ലേ, അതായത് ആത്മാവിൽ തന്നെ വർത്തിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അതിനുള്ള വഴിയാണല്ലോ ഇതിനു മുമ്പ് പറഞ്ഞാലേ വിഷയധ്യാനം. അതായത് എന്താണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ അടക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞത് അന്ന് സ്റ്റെപ്പൊക്കെ പറഞ്ഞല്ലോ നമ്മളിതിലെ. അങ്ങനെ പ്രസാദത്തിലെത്തി നിവൃത്തിയുള്ളൂ. കാരണം മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ ഒന്നും പറ്റില്ല. മനസ്സാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. അപ്പോൾ മനസ്സിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ നമുക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റില്ലേ. അതാണല്ലോ അപ്പോൾ നമ്മൾ പറയില്ലേ, ദരിദ്രന്മാർ 2 തരം ഉണ്ടെന്ന് പറയും. ചിലർ ശരിക്കും ദരിദ്രരാണ്. സാധനങ്ങൾ നമുക്ക് ജീവിക്കാൻ വേണ്ടത്രയോ, ഭക്ഷണം കഴിക്കാൻ വേണ്ടത്രയോ, നമ്മളുടെ ആവശ്യങ്ങൾ നിവർത്തിക്കാൻ വേണ്ടത്രയോ നമുക്ക് മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങളില്ലാത്തവരെയാണ് നമ്മൾ ശരിക്കും ദരിദ്രരെന്ന് പറയുക. പിന്നെ വേറെ ചിലരുണ്ട്, കോടീശ്വരന്മാരായാലും അവർക്ക് മനസ്സിന് ദാരിദ്ര്യമാണ്. അപ്പോൾ നമ്മൾ പറയും ശരിക്കുള്ള ദാരിദ്ര്യം പിന്നെ നമുക്ക് മാറ്റിക്കൊടുക്കാം. സാധനങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടോ അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിയിട്ടോ നമുക്ക് ആ ദാരിദ്ര്യം തീർക്കാം. മനസ്സിൻ്റെ ദാരിദ്ര്യം അവനവനല്ലാതെ ഒരാൾക്കും തീർക്കാൻ പറ്റില്ല. മനസ്സിൻ്റെ ദാരിദ്ര്യം അതിനെന്തേ വഴിയുള്ളൂ, നമുക്ക് ഭോഗത്തുനിന്ന്, അതായത് എൻജോയർഷിപ്പെന്ന്, ഭോഗത്തുനിന്ന്, ഭോഗമാണ് എൻജോയർഷിപ്പ്, എൻജോയിങ്. ആ ഭോഗത്തുനിന്ന് യോഗത്തിലേക്ക് നമുക്ക് പോകണം. യോഗ എന്താണ്? വൺ വിത്ത് ദ ആത്മ.
ആത്മാവിനോടുള്ള ആത്മസാക്ഷാത്കാരം തന്നെയാണ് യോഗം. ഒന്നാവലാണ്. ഞാൻ ആത്മാവാണെന്ന് അറിഞ്ഞ് ആത്മാവ് തന്നെ ആയിത്തീരലാണ് യോഗേ. ഭോഗം എന്താണ്? ഞാൻ ആത്മാവല്ല എന്ന് വിചാരിച്ച് ഈ മെറ്റീരിയൽ പ്ലഷേഴ്സൊക്കെ അനുഭവിക്കുന്നതാണ് ഭോഗം. അപ്പോൾ രണ്ടാണ്. ആത്മാവൊന്ന് മാറി നിൽക്കുമ്പോഴേ പറ്റുള്ളൂ ഭോഗം, അല്ലേ? ആത്മാവായിട്ട് നിൽക്കുന്നതാണ് യോഗ. അപ്പം നമുക്ക് ഭോഗത്തിൽ നിന്ന് യോഗത്തിലേക്ക് പോകണം. അതുകൊണ്ടാണല്ലോ നമ്മൾ പണ്ടുള്ളവർ പറയേ, ഒരു പ്രാവശ്യം ഭക്ഷണം കഴിക്കണവർ യോഗി. മീൻസ് അതായത് ശരീരത്തിന് വേണ്ടത് മാത്രം കഴിച്ചിട്ട് ശരീരം നിലനിർത്തുക, അത്രയേ ഉള്ളൂ. അതാണ് യോഗി. 2 പ്രാവശ്യം ഭക്ഷണം കഴിക്കണവരാണ് അത്രേ ഭോഗി, അതായത് വേൾഡ്ലി ആയിട്ടുള്ളവർ. അപ്പം നമ്മുടെ കാര്യം ആലോചിച്ചോളൂ. 3 പ്രാവശ്യം ഭക്ഷണം കഴിക്കണവർ രോഗി. രോഗവും നമുക്ക് വേണ്ടതിലധികം കഴിച്ചിട്ടേ രോഗം വരും. 4 പ്രാവശ്യം കഴിക്കണവരെ എന്താ പറയുക അറിയോ? ദ്രോഹി. അതായത് അവർ ബാക്കിയുള്ളവരെയും കിട്ടാനുള്ളതും കൂടി എടുത്ത് അവനും കഴിക്കുകയാണ്. അതുകൊണ്ടാണ് ദ്രോഹം. യു ആർ ഈറ്റിംഗ് or you are consuming what other should be actually consumed by others. ദുരോണ്ട് ഗ്രീഡോണ്ട് ബാക്കിയുള്ളവരെയും കൂടി കഴിക്കുമ്പോഴാണ് 4 പ്രാവശ്യം ഭക്ഷണം കഴിക്കുന്നത്. അതെ, ദ്രോഹി മീൻസ് ഒരാൾ ഉപദ്രവിക്കുന്ന ആളെന്നല്ലേ അർത്ഥം. അപ്പോൾ നോക്കൂ, ഒരു പ്രാവശ്യം ഭക്ഷണം കഴിക്കുന്ന യോഗി, പിന്നെ ഭോഗി, പിന്നെ രോഗി, പിന്നെ ദ്രോഹി. 3 പ്രാവശ്യമായ രോഗി, 4 പ്രാവശ്യം ഭക്ഷണം കഴിച്ച ദ്രോഹി. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളെ കേസിൽ ഭോഗത്തു നിന്ന് യോഗത്തിലേക്ക് പോവുകയല്ല, അതിലും താഴെ നമ്മളെ ഭോഗമൊന്നുമല്ല. നമ്മൾ 2 പ്രാവശ്യമൊന്നുമല്ല, നമ്മൾ ദ്രോഹം എപ്പോഴും ചെയ്യണത് എല്ലാ ദിവസവും. അപ്പം നമുക്ക് ദ്രോഹത്തു നിന്ന് യോഗത്തിലേക്ക് പോകണം. കുറച്ച് വലിയ വഴിയാണത്, അല്ലേ? കുറച്ച് അകലെയാണ്. പക്ഷേ നമുക്ക് അതിലും എത്താൻ പറ്റും. ദ്രോഹത്തു നിന്ന് യോഗത്തിലും എത്താൻ പറ്റും. നമ്മളുടെ പരിശ്രമവും ഭഗവത് കൃപയുണ്ടെങ്കിൽ എത്താൻ പറ്റുമല്ലോ. അതാണ് ഇപ്പോൾ ഈ ഒരു ഇതിൽ പറഞ്ഞത്. എന്താ വെച്ചാൽ, ഈ പ്രസാദമുള്ള, അതായത് നല്ല സമത്വഭാവന ഉള്ള ഒരാൾക്ക് ഒരു ദുഃഖങ്ങളും ഉണ്ടാവില്ല. അതാണല്ലോ പറഞ്ഞത് ഇതിൽ, അല്ലേ? അപ്പം അത് വളരെ പ്രധാനമാണ് അതിലെത്തേണ്ടതേ. അപ്പം നമുക്ക് ദ്രോഹത്തിൽ നിന്ന് യോഗത്തിലേക്ക് എത്തേണ്ടത് വളരെ പ്രധാനമാണെന്നാൽ നമ്മളെ ഒരു ദുഃഖവും നമ്മളെ എഫക്റ്റ് ചെയ്യില്ല. അതാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. ഇനി അത് വായിച്ച് 66ലേക്ക് പോകാം. അതായത് പ്രസാദമുള്ള മനസ്സുണ്ടായാലത്തെ ഗുണം ആണ് ഇതിൽ പറഞ്ഞത്. മനസ്സിലായില്ലേ? പ്രസാദമുള്ള മനസ്സാണ് പറഞ്ഞാൽ ആ കോൺസ്റ്റൻറ്റ് ബ്ലിസ്സിലിരിക്കുമ്പോൾ നമ്മൾ, അല്ലെങ്കിൽ ആത്മാവിൽ ഇരിക്കുമ്പോൾ, ബോഡി അല്ല എന്നുള്ള ആ നല്ല ബോധത്തോടുകൂടി ഇരിക്കുമ്പോൾ നമ്മളെ ഒന്നും ഏശില്ല ബോഡിയുടെ, അല്ലേ? ഈ പ്രപഞ്ചത്തിലത്തെ ഒന്നും നമ്മളെ എഫക്റ്റ് ചെയ്യില്ല. അതാണ് പറഞ്ഞത്. ബുദ്ധി ആ ആത്മാവിൽ തന്നെ ഇരിക്കുകയാണ്. ഇനി അത് വായിച്ച 66 വായിക്കാം. പ്രസാദേ സർവദുഃഖാനം ഹാനിരസ്യോപജായതേ പ്രസന്നചേതസോ ഹ്യാശു ബുദ്ധി പര്യവതിഷ്ഠതേ. ഇനി 66 വായിക്കാട്ടോ. നാസ്തി ബുദ്ധിരയുക്തസ്യ നച യുക്തസ്യ ഭാവന ന ചാഭാവയത ശാന്തി അശാന്തസ്യ കുതസുഖം. ശരിയാ, അശാന്തസ്യ കുതസുഖം എല്ലാവർക്കും അറിയാം, നമുക്ക് വരാതിരിക്കും കേട്ടോ. അയുക്തസ്യ മീൻസ് ആരാൾക്കാണ് അവനവൻ്റെ മനസ്സ് നിയന്ത്രിക്കാൻ പറ്റാത്തത്? അയുക്തം. യുക്തസ്യ പറഞ്ഞാൽ എന്താ? ആർക്കാണ് മനസ്സ് നിയന്ത്രിക്കാൻ പറ്റുന്നത്? അയുക്തസ്യ പറഞ്ഞാൽ ആർക്കാണ് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ആർക്കാണ് മനസ്സിനെ നിയന്ത്രിച്ചിട്ട് ഏകാഗ്രത എന്ന് പറയുമല്ലോ, 1 പോയിൻ്റ് സിംഗിൾ പോയിൻ്റ് അറ്റൻഷൻ എന്നൊക്കെ പറയുമല്ലോ. അതായത് ഏകാഗ്രമായിട്ട് മനസ്സിനെ നിർത്താൻ ആർക്കാണ് സാധിക്കാത്തത്? എന്താ വെച്ചാൽ ഏകാഗ്രമായിട്ട് മനസ്സിനെ നിർത്തിയാൽ മാത്രമേ നമുക്ക് ആ പ്രസാദം എന്ന് പറഞ്ഞ അവസ്ഥയിൽ എത്താൻ പറ്റുള്ളൂ, ആ കോൺസ്റ്റൻറ്റ് ബ്ലിസ്സിൽ എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറച്ചെങ്കിലും കോൺസെൻട്രേഷനോട് കൂടിയിട്ട് അവനവനെ തന്നെ ആത്മാവിലേക്ക് തിരിഞ്ഞവർക്ക് മാത്രമേ അത് പതുക്കെ ആത്മസാക്ഷാത്കാരം കിട്ടുള്ളൂ എന്ന്. അതുകൊണ്ടാണ് പറയണത് അയുക്തന്മാരെ. ബുദ്ധി ന അസതി, അവരുടെ ബുദ്ധി ഒരിക്കലും സ്റ്റഡി ആവില്ല, എപ്പോഴും ഇങ്ങനെ ആജിറ്റേറ്റഡാണ്, പ്രക്ഷുബ്ധാവും. അപ്പോൾ എന്താ പറഞ്ഞ വെച്ചാൽ, അങ്ങനെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് ഏകാഗ്രത ഇല്ലാത്ത ആൾക്കാരുടെ ബുദ്ധി എപ്പോഴും ചഞ്ചലാവും, മീൻസ് സ്റ്റഡി ആവില്ല. അയുക്തസ്യ ഭാവന ചന്ന, ഇവിടെ ഭാവന ച ഭക്തി എന്നാണ് കേട്ടോ അർത്ഥം ഏകദേശം വരിക. അങ്ങനെ ഒരാളെക്ക് ഭക്തിയോടുകൂടി ഈശ്വരനെയോ
ആത്മാവിനെയോ എന്തിനെ വെച്ചാൽ ധ്യാനിക്കാനും പറ്റില്ല. അയുക്തസ്യ ഭാവന, അങ്ങനെ ഭാവിക്കാൻ പറ്റില്ല, മീൻസ് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈശ്വരനെ വിചാരിക്കാൻ പറ്റില്ല. ഈശ്വരനെ വിചാരിക്കൽ ഭക്തി തന്നെയാണല്ലോ, അപ്പോൾ നമുക്ക് ഭക്തി എന്നും പറയാം. അങ്ങനെയുള്ള ആൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഭക്തി ഉണ്ടാവില്ല. എന്താ വെച്ചാൽ ശ്രദ്ധ ഇല്ലെങ്കിൽ പിന്നെ ഭക്തി ഉണ്ടാവുമോ? ശ്രദ്ധ വേണമല്ലോ. അതാണ് ആദ്യത്തേൽ പറഞ്ഞത് അയുക്തസ്യ എന്ന് വെച്ചാൽ കോൺസെൻട്രേറ്റ് ഒന്നിൽ നമുക്ക് ആ ഒരു കോൺസെൻട്രേഷൻ, ഏകാഗ്രതയും ഈശ്വരനെ വിചാരിക്കാനുള്ള അങ്ങനെ അല്ലാത്ത ആൾക്ക് ഭക്തി ഉണ്ടാവില്ല. മീൻസ് ഈശ്വരനെ ഭാവന ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈശ്വരനെ വിചാരിക്കാൻ പറ്റില്ല, സ്മരിക്കാൻ പറ്റില്ല. അഭാവയത ശാന്തി ചാന്ന, അങ്ങനെ ഒട്ടും നമ്മളെ എല്ലാവരെയും നയിക്കുന്ന ആ ശക്തിയെപ്പറ്റി ആലോചിക്കാനോ, ആ ശക്തിയാണ് എല്ലാറ്റിലും വലുത്, എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് സ്വയം ചിന്തിച്ച് മനസ്സിലാക്കാനോ പറ്റാത്ത ആൾക്ക് എന്താ ഉണ്ടാവുക? ഒരിക്കലും ശാന്തിയില്ല. അഭാവയത ശാന്തി. അങ്ങനെയുള്ളവരുടെ മനസ്സിൽ ശാന്തിയേ ഇല്ല, അഭാവമാണ്. ശാന്തി, ദെയർ മൈൻഡ് ഈസ് ശാന്തി ഫ്രീ എന്ന് തന്നെ പറയണം, അത്രയ്ക്ക് ശാന്തി ഉണ്ടാവില്ല. പിന്നെയോ അശാന്തസ്യ സുഖം കുതഃ. എങ്ങനെയാണ് ശാന്തി ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് സുഖം അനുഭവിക്കാൻ പറ്റുക? ശാന്തമായ മനസ്സിലല്ലേ സുഖം, അല്ലെങ്കിൽ ശാന്തി തന്നെയല്ലേ സുഖം. അപ്പം ശാന്തി ഇല്ലെങ്കിൽ സുഖമില്ല. അശാന്തസ്യ കുത സുഖം. അതുകൊണ്ടാണല്ലോ എല്ലാവരും ശാന്തിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കണമെന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞില്ലേ? അറിഞ്ഞോ അറിയാതെയോ നമുക്ക് ആ ശാന്തിക്കാണ്. അതുകൊണ്ടല്ലേ നോക്കും രാത്രി നമ്മളെ ഡീപ്പ് സ്ലീപ്പിൽ, അതായത് സുഷുപ്തിയിൽ ഒന്നും അറിയണില്ല. അപ്പം നമുക്ക് എന്താ സുഖമായി ഞാൻ ഉറങ്ങി എന്ന് പറയും നമ്മളല്ലേ. അതാണ് സുഖം, ഒന്നും അറിയാത്തതാണ് സുഖം. അപ്പോൾ ആത്മാവിൽ തന്നെ നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഇരിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് വേറെ ഒന്നും അറിയില്ല. ഡീപ്പ് സ്ലീപ്പിൽ നമ്മളെ എല്ലാ ദിവസവും രാത്രി അത് കുറച്ചൊന്നും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ വിളിച്ചായ ഉണരും. കാരണം അജ്ഞാനത്തിലാണ് വിശ്രമിക്കണത്. പക്ഷേ ഞാൻ ആത്മാവാണെന്ന് അനുഭവമായാൽ പിന്നെ ജ്ഞാനത്തിലാണ് വിശ്രമിക്കണം. അതിന്ന് ഉണരേണ്ട കാര്യമില്ല. നമുക്ക് രാവിലെ നമ്മൾ അജ്ഞാനത്തിൽ വിശ്രമിക്കൊണ്ട് രാവിലെ നമുക്ക് ഉണരണം, നിവൃത്തിയില്ല. പക്ഷെ ജ്ഞാനത്തിലാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ ഇരിക്കും. ഉണരൽ ശരിക്കും ജ്ഞാനം അങ്ങോട്ട് ലഭിച്ചാൽ പിന്നെ ആ ജ്ഞാനത്തിൽ നിന്ന് പിന്നെ താഴത്തേക്ക് പോരലില്ല. ചെറിയ ചെറിയ സമാധിയൊക്കെ ആണെങ്കിൽ നമുക്ക് വ്യുത്ഥാനം ഉണ്ട്, അതിന് താഴത്തേക്ക് വരും. പക്ഷേ ശരിക്കും അങ്ങോട്ട് സ്ഥിതപ്രജ്ഞനായി കഴിഞ്ഞാണ്ടല്ലോ എന്നും അത് തന്നെ വർത്തിക്കും, അതിനൊന്നും പോരലില്ല. അതാണ്. അപ്പോൾ ആ സുഖം ആണ് ശരിക്കുള്ള സുഖം, ഇറ്റേണൽ ബ്ലിസ് അല്ലേ, നിത്യസുഖം അതേ ഉള്ളൂ. അപ്പോൾ എന്താ ഇപ്പോൾ ഇതിൽ അവസാനത്തെ ആ സ്റ്റാൻസിൽ, അവസാനത്തെ രണ്ടാമത്തെ വരിയിലെ അവസാനത്തെ ഭാഗം എന്താ പറഞ്ഞാൽ? അശാന്തസ്യ സുഖം കുത. എല്ലാവർക്കും അറിയാം ശാന്തി ഇല്ലെങ്കിൽ സുഖമില്ല എന്ന്, സകല ജീവജാലങ്ങൾക്കും അറിയാം, നമുക്ക് മാത്രമല്ല. അപ്പോൾ എല്ലാവരും ശാന്തിക്ക് വേണ്ടിയാണ് ശ്രമിക്കണത്. അതുകൊണ്ടാണ് പറയണത് നമുക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്യാൻ വശാക്കി ഈ ആത്മാവ് മാത്രമാണ് സത്യം എന്ന് മനസ്സിലാക്കി ആത്മാവിൽ തന്നെ ബുദ്ധിയെ ഉറപ്പിച്ച് ചെയ്തില്ലെങ്കിൽ, അങ്ങനെ ഒരാളുടെ അയുക്തനാണെങ്കിൽ അത് ചെയ്യാൻ പറ്റാത്ത ആൾക്ക് ഒരിക്കലും ശാന്തി ഉണ്ടാവില്ല. അങ്ങനെ ശാന്തി ഇല്ലെങ്കിൽ പിന്നെ എന്ത് സുഖം? ശാന്തി തന്നെ അല്ലേ സുഖം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ ആക്ച്വലി സ്റ്റെപ്സ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ നമുക്ക് പ്രസാദത്തിലേക്ക് എത്താം, അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞത്തിലേക്ക് എത്താം എന്നാണ് പറഞ്ഞാൽ. ആദ്യം കോൺസെൻട്രേഷൻ ഓഫ് ദ മൈൻഡ് നമ്മൾ ശീലിക്കുക, എങ്ങനെ മനസ്സിനെ ഏകാഗ്രമാക്കാമെന്ന്. എന്നിട്ട് നമുക്കിഷ്ടമുള്ള ഒരു സത്യത്തിൽ ഭഗവാൻ എന്ന് വിളിക്കാം, ആത്മാവെന്ന് വിളിക്കാം, ബ്രഹ്മെന്ന് വിളിക്കാം, ശിവനെന്നോ ദേവിയെന്നോ ഏതായാലും ആ സത്യത്തിൽ, അതായത് ആ പരമാത്മ ചൈതന്യത്തിൽ തന്നെ നമ്മളെ ബുദ്ധി ഉറപ്പിച്ചിട്ട് അത് മാത്രമേ സത്യമുള്ളൂ, ആ സത്യമാണ് ഞാൻ എന്ന് മനസ്സിലാക്കി അതിലുറപ്പിച്ച് ആയാൽ നമുക്ക് ശാന്തി കിട്ടും. നമ്മളെ ബാധിക്കില്ല. അത് തന്നെ ആ ശാന്തി തന്നെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ശാന്തി തന്നെയാണ് ആ ബ്രഹ്മാനന്ദം. അങ്ങനെയാണെന്ന് പറഞ്ഞു. ഇനി നേരെ തിരിച്ചുകൊണ്ടേ എങ്ങനെ നമ്മൾ ആ സംസാര ഗർത്തത്തിൽ വീണു എന്നും കാണിക്കാം. എങ്ങനെ? മനസ്സ് വളരെ
ആജിറ്റേറ്റഡ് ആയിട്ട്, ഡിസ്ട്രാക്റ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ചഞ്ചലമായിട്ടുള്ള മനസ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും കുരഞ്ഞന്മാരെ പോലെ ഓടി നടക്കണ മനസ്സാണെങ്കിൽ എന്താ ഉണ്ടാവുക? ഈ കാണുന്നത് മുഴുവൻ സത്യമാണ്, ഞാൻ ശരീരമാണെന്ന ഒന്നാമത്തെ വിചാരം. രണ്ടാമത്തെ, ഈ പ്രപഞ്ചത്തിൽ കാണുന്നതൊക്കെ സത്യമാണെന്ന് തോന്നും. എല്ലാറ്റിനോടും രാഗവും ദ്വേഷവും. പിന്നെയോ എല്ലാറ്റിനും ആഗ്രഹങ്ങളാണ്, കാമം കൂടി കൂടി വരും. എന്നിട്ട് എത്ര സന്തോഷം അനുഭവിച്ചാൽ പിന്നെയും ഗ്രീഡ് വരും. അത് അങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള മനസ്സിൽ അശാന്തിയാണ് അല്ലേ? എന്നിട്ടോ അങ്ങനെ അശാന്തമായ മനസ്സിൽ ദുഃഖവും നിരാശയും, അങ്ങനെ നമ്മളെ തന്നെ മറന്ന് ഈ സംസാര സാഗരത്തിൽ മുങ്ങിപ്പൊങ്ങും. തിരിച്ചിങ്ങടും അങ്ങനെ തന്നെയാണ്. മനസ്സിൻ്റെ ഡിസ്ട്രാക്ഷൻ കൊണ്ട് വരുന്നതാണത് മുഴുവൻ. മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ കൊണ്ട് നമുക്ക് നിത്യശാന്തി കിട്ടും. മനസ്സിൻ്റെ ഡിസ്ട്രാക്ഷൻ കൊണ്ട് നമുക്ക് സംസാരഗർത്തത്തിൽ മുങ്ങിപ്പൊങ്ങും വേണം. അത് രണ്ടും തന്നെയാണ് പറയണത് അല്ലേ? അപ്പോൾ എന്താ നമ്മളതിനാണ് ശ്രമിക്കേണ്ടത്. സ്റ്റാർട്ടിങ് ഫ്രം എന്താ ഏകാഗ്രത ഇതാക്കിയിട്ട് ആണ് പറയണത്. ഇനി പിന്നെ ഇവിടെ യുക്തി എന്ന് പറയണത് തന്നെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും കൺട്രോൾ ചെയ്യണേനെയാണ് ഇവിടെ യുക്തി എന്ന് പറഞ്ഞത്. അതാണ് അയുക്തസ്യ പറഞ്ഞത്, അത് കൺട്രോൾ ഇല്ലാത്തവർ. അതാണ് നമ്മൾ പറഞ്ഞത് അത് വളരെ ഡേഞ്ചറസ് ആണ് എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് 66 വായിച്ചിട്ട് നമുക്ക് 67ലേക്ക് പോവാം. സെയിം കാര്യമാണ്. അപ്പോൾ അസ്തി ബുദ്ധിരയുക്തസ്യ ന ച യുക്തസ്യ ഭാവന ന ചാഭാവയത ശാന്തി അശാന്തസ്യ കുതഃ സുഖം. ഇനി നമുക്ക് അടുത്തത് വായിക്കാം കേട്ടോ. ഈ 67 ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോനുവിധീയതേ തദസ്യ ഹരതി പ്രജ്ഞം വായുർനാവമിവാംഭസി. ഇനിയൊരു ഉദാഹരണമൊക്കെ പറയാം ഭഗവാൻ. എന്താ അറിയോ? എന്താ കാരണം വെച്ചാൽ യൻ മനഃ, ആരുടെ മനസ്സാണോ ചരതാം ഇന്ദ്രിയാണാം അനുവിധീയതേ, അതായത് ഓടി നടക്കുന്ന ഇന്ദ്രിയങ്ങൾക്ക് അടിമയായിരിക്കുന്നത്, മീൻസ് ദാറ്റ് മൈൻഡ് ദാറ്റ് ഈൽഡ്സ് ടു ദ ടെംപ്റ്റേഷൻ ഓഫ് ഓൾ ദ ഇന്ദ്രിയാസ് എന്നർത്ഥം. അതാണ് അർത്ഥം കേട്ടോ, ചരതാം ഇന്ദ്രിയാണം അനുവിധീയതയെന്ന്. അതായത് ഏതൊരാളുടെ മനസ്സാണോ ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ ഓടുന്നത്, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ അടിമയായി ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ ഓടുന്നത്, ഓർ ഇംഗ്ലീഷ് പറയാച്ചാൽ ദാറ്റ് ഈൽഡ്സ് ടു ദ ടെംപ്റ്റേഷൻസ് ഓഫ് വാണ്ടറിങ് സെൻസസ് എന്ന് പറയാം. അതായത് നമ്മുടെ അധീനത്തിലല്ലാത്തതാണ്. തദ്, ആ മനസ്സ് അംഭസി വായുഹു നാവം ഇവ, വെള്ളത്തിൽ ബോട്ട്മാൻ ഇല്ലാത്ത, ബോട്ടിൻ്റെ ഉള്ളിൽ ബോട്ട് നിയന്ത്രിക്കാൻ ആളില്ലാത്ത ഒരു ബോട്ട് പോലെ, ഒരു തോണി പോലെ, കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് അങ്ങടും ഇങ്ങടും പോകുന്ന ഒരു തോണിയുടെ പോലെയാവും എന്ന് പറയുകയാണ്. എങ്ങനെയായാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത ആൾക്കാരുടെ ജീവിതമാകുന്ന തോണി ഇങ്ങനെ പൊക്കോളും. അതാ പറയണത്. അതാണ് ഇതിൽ പറഞ്ഞ അംഭസി വായു. അംഭസി പറഞ്ഞാൽ എന്താ അറിയൂ? വെള്ളത്തിൽ കാറ്റിനനുസരിച്ച് വായുവിനനുസരിച്ചിട്ട് കാറ്റിനനുസരിച്ചിട്ട് നാവം ഇവ, നാവം ബോട്ട്, അതായത് തോണി. ഒരു തോണിയിലൊരാളില്ല വിചാരിച്ചോളൂ, അത് വെള്ളത്തിലിട്ടിട്ടൊരു തോണിയാണ് വെച്ചാൽ കാറ്റ് എങ്കടാച്ചാൽ അങ്ങോട്ട് പോവും. കുറച്ച് കഴിഞ്ഞപ്പോൾ കാറ്റ് കിഴക്കോട്ടാണെങ്കിൽ കിഴക്കോട്ടേക്ക് പോവുക തോണി. ആരും അതിനെ കൺട്രോൾ ചെയ്യാനില്ല. കൺട്രോൾ ചെയ്തിട്ട് ആ തുഴകൊണ്ട് മാറ്റിയാലേ അത് മാറുള്ളൂ. അല്ലെങ്കിൽ എങ്ങടാ കാറ്റ് വെച്ചാൽ അങ്ങോട്ട് പോവും, കിഴക്കോട്ടച്ചാൽ കാറ്റ് കിഴക്കോട്ട് പോവും. കുറച്ച് കഴിയുമ്പോൾ കിഴക്കോട്ടുള്ള കാറ്റ് നിന്നു, എവിടെയും കാറ്റില്ല, അവിടെ തന്നെ നിൽക്കും. പടിഞ്ഞാട്ട് കാറ്റായ പടിഞ്ഞാട്ട് പോവും, വടക്കോട്ടായ വടക്കോട്ട്, തെക്കോട്ടായ തെക്കോട്ട്. അങ്ങനെ കാറ്റിനനുസരിച്ച് ഇങ്ങനെ ഒഴുകി നടക്കുക. ഒരു ലക്ഷ്യമില്ല അതിന്, അല്ലേ? അങ്ങനെ നടക്കുക. അതുപോലെയാവും നമ്മുടെ എന്ന് പറയണം. അസ്യ പ്രജ്ഞാം ഹരതി, അങ്ങനെയാണ് നമ്മുടെ ഈ അവെയർനെസ്സിനെ, പ്രജ്ഞ പറഞ്ഞാൽ ഇവിടെ എന്താ? അവെയർനെസ്, ഞാൻ ആത്മാവാണെന്നുള്ള ബോധത്തെ കംപ്ലീറ്റ്ലി അങ്ങോട്ട് കളയും. നമ്മൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മൾക്ക് നാശം തന്നെയാണെന്ന് പറയാണ്. അതായത് പ്രജ്ഞാം ഹരതി പറഞ്ഞാൽ എന്താണെന്നോ, ഇപ്പോൾ ഒരാൾ നമ്മൾ ശരിക്കും ആലോചിച്ചാൽ ശരിയെ തോന്നും നമുക്ക്. എന്താ അറിയോ? ആ ബോട്ട് ഓടിക്കണ ആളില്ലാച്ചാൽ
കാറ്റിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി നടക്കും അല്ലേ, എങ്ങടാ പോകേണ്ടതെന്ന് അറിയില്ലല്ലോ, അതുപോലെയാണ്. അപ്പോൾ ഇവിടെ എന്താണ് കമ്പാരിസൺ വെച്ചാൽ, ഇവിടെ യോഗ അതായത് യോഗബുദ്ധിയാണ് ബോട്ടിനെ പിന്നെ നിയന്ത്രിക്കുന്നത് നമ്മുടെ യോഗബുദ്ധി. മീൻസ് ആ ആത്മാവിവേകമുള്ള ബുദ്ധി, ഏതാണ് സത്യം ഏതാണ് അസത്യം എന്ന് ശരിക്കും മനസ്സിലായിട്ടുള്ള അവെയർനെസ്സോട് കൂടിയിട്ടുള്ള ബുദ്ധിയാണ് ഇവിടെ ആ ബോട്ടിനെ നിയന്ത്രിക്കണം. തോണിക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ യോഗബുദ്ധിയാണ് കേട്ടോ. അയാളാണല്ലോ നല്ല സാമർഥ്യത്തോടു കൂടി എങ്കടാ വേണ്ട വെച്ചാൽ അതിനെ കൊണ്ടുപോകണ ആൾ തോണിക്കാരനല്ലേ. ആ തോണിക്കാരനാണ് യോഗബുദ്ധി. പിന്നെ ബോട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമാണ്. ഇമാജിൻ ചെയ്യുക കേട്ടോ, കമ്പാരിസൺ പറയുകയാണ്. വെള്ളം ഏതാണ്? ഈ സംസാര സാഗരം, ഓഷൻ ഓഫ് ലൈഫ്, വെള്ളം. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാം കേട്ടോ, യോഗബുദ്ധിയാണ്, അതായത് ആ അവെയർനെസ് അല്ലേ, അതായത് സത്യം ഏതാണ് അസത്യം ഏതാണ്, ആത്മാവ് മാത്രമേ സത്യമുള്ളൂ, ശരീരം ജഡാണ് എന്നുള്ള ആ ബോധം ഉണ്ടല്ലോ, അത് ആ യോഗബുദ്ധി. എന്നിട്ട് എനിക്ക് ആത്മാവാണ് എനിക്കറിയാം, അപ്പോൾ എനിക്കത് അനുഭവമാവണം എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിനെയാണ് നമ്മൾ ആത്മവിവേകമുള്ള ബുദ്ധിയാണ് നമ്മൾ പറയണത് യോഗബുദ്ധി. ആ യോഗബുദ്ധിയാണ് ബോട്ടിൻ്റെ ആ തോണിക്കാരൻ. ബോട്ട് ഇറ്റ് സെൽഫ് എന്താണ്? നമ്മുടെ ശരീരം. ആ വെള്ളം ഏതാണ്? സംസാരസാഗരം. ആൻഡ് വിൻഡ് എന്താണ്? വായു എന്താണ്? ഇന്ദ്രിയങ്ങളുടെ പിടിച്ചുവലി. ഇന്ദ്രിയങ്ങൾ എന്നുള്ള ടെംപ്റ്റേഷൻ. ഇന്ദ്രിയങ്ങൾ നമ്മളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോലോ വിഷയങ്ങളിലേക്ക്, ഈ മെറ്റീരിയൽ പ്ലഷേഴ്സിലേക്ക് വലിച്ചു കൊണ്ടുപോയില്ലേ ഇന്ദ്രിയങ്ങൾ. അതാണ് വിൻഡ്. അപ്പോൾ വിൻഡിന് ചിലപ്പോൾ എഗൻസ്റ്റായിട്ട് പോകണമല്ലോ, അതാണ്. അപ്പോൾ ഈ മനസ്സിനെ കൺട്രോൾ ചെയ്യണതിനാണ് നമ്മൾ ശമം പറയുക, ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യണതിനാണ് നമ്മൾ ദമെന്ന് പറയുക. അപ്പോൾ നമ്മൾ ശമവും ദമവും, അതായത് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും കൺട്രോൾ ചെയ്ത് നമ്മൾ ഈ യോഗബുദ്ധിയോട് കൂടിയിട്ട് ഈ ശരീരത്തിനെ കൊണ്ട് നടന്നാൽ നമുക്ക് സ്ഥിതപ്രജ്ഞത്വത്തിലേക്ക് എത്താം. അതാണ് നമ്മുടെ ഗോളേ, സ്ഥിതപ്രജ്ഞനാവാം. ഇല്ലാച്ച അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ട് ഈ സംസാര സാഗരത്തിൽ എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല, അങ്ങനെ ആ കാറ്റത്തുളന്ന് ആ വെള്ളത്തിൽ തന്നെ വീണ് പിന്നെയും ജനന മരണ ചക്രത്തിൽ ആവേണ്ടിയിരുന്നാണ് പറയണത്. ഇവിടെ പ്രജ്ഞ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അറിയോ, ഞാൻ ആത്മാവാണ് എന്നുള്ള അവെയർനെസ്സാണ്, ആ പ്യുവർ അവെയർനെസ്സാണ് പ്രജ്ഞ. അപ്പോൾ നമുക്ക് ആ പ്രജ്ഞാശക്തി നഷ്ടപ്പെടാൻ പാടില്ല. അതാണ് വൈറ്റാലിറ്റി എന്നൊക്കെ പറയാം. അതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക ശരിയ, പ്രജ്ഞാശക്തി അല്ലെങ്കിൽ വൈറ്റാലിറ്റി എന്ന് പറയാം. അത് ഇല്ലാതെ ആയാൽ പിന്നെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും പറ്റില്ലേ. അപ്പം നമ്മളുടെ ആ ആത്മാവാണ് ഞാൻ എന്നുള്ള നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതും കൂടിയും പോവും. അപ്പോൾ കുറച്ചൊക്കെ മെഡിറ്റേറ്റ് ചെയ്ത്, കുറച്ച് വായിച്ച്, ഗീത കേട്ട് അല്ലെങ്കിൽ ഗീത വായിച്ച് കുറച്ച് നമുക്ക് മനസ്സിലായി തന്നെ നമുക്ക് പിന്നെ എന്താണ് ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ അങ്ങോട്ട് പോയി തുടങ്ങിയാൽ പിന്നെ ആ കിട്ടിയതും കൂടി പോവും. അതന്നെ ഇല്ലാതെയാവും. മെഡിറ്റേഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഗുരുവിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ സത്സംഗം കൊണ്ടോ കുറച്ചെന്തെങ്കിലും കിട്ടി പ്രജ്ഞാശക്തി, അതുപോലും നഷ്ടപ്പെടും നമ്മൾ ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പോകാൻ തുടങ്ങിയാലേ. അതുകൊണ്ടാണ് വളരെ സൂക്ഷിക്കണം, ഇന്ദ്രിയങ്ങളെ പിന്നാലെ പോവാതെ ഇന്ദ്രിയങ്ങളെ അടക്കണം എന്ന് പറയണത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ ഹോൾ ലൈഫിന് ജീവിതമാകുന്ന ആ സമുദ്രത്തിലെ നമ്മുടെ ശരീരമാകുന്ന ആ ബോട്ടിനെ അപ്സൈഡ് ഡൗൺ മറിച്ചിടുമെന്ന് വരും ചിലപ്പോൾ. അതാണ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, നിർദേഹമാദ്യം സുലഭം സുദുർലഭം പ്ലവം സുകൽപ്പം ഗുരു കർണധാരം മയാനുകൂലേന നഭസ്വതേരിതം പുമാൻ ഭവാബ്ധിം ന തരേത് സ ആത്മഹ. നല്ല രസമാട്ടോ അത്. എന്താ പറയുക അർത്ഥം? ഈ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ശരീരം ഉണ്ടല്ലോ, നിർദേഹം, അതായത് മനുഷ്യ ശരീരം തന്നെ എത്ര ദുർലഭമാണ്. മീൻസ് എത്രയോ ലക്ഷം ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് ദുർലഭമായിട്ടുള്ള മനുഷ്യ ശരീരം കിട്ടിയിരിക്കുന്നത്. നിർദേഹമാദ്യം സുലഭം സുദുർലഭം, വെരി റെയർ ഇറ്റ്സ് എ റെയർ ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് മനുഷ്യ ശരീരം എന്ന്. പിന്നെയോ പ്ലവം സുകൽപ്പം ഗുരു കർണധാരം,
അപ്പോൾ ആൻഡ് നല്ല വേണ്ട പോലെ ഈ സംസാര സാഗരത്തിലേക്ക് മുമ്പിലേക്ക് പോവാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഭഗവാൻ നമ്മളെ ശരീരത്തിൽ തന്നിട്ടുണ്ട്. എല്ലാം അവൈലബിളാണ്, എല്ലാ സൗകര്യങ്ങളും. നല്ലൊരു ബോട്ടാണ് തന്നത് ഭഗവാൻ. ശരീരമാകുന്ന ബോട്ട് വളരെ വെൽ സ്കിൽഫുള്ളി മെയ്ഡ് അല്ലേ, വേണ്ട പോലെ ഉണ്ടാക്കിയ ഒരു ബോട്ടാണത്. അത് നമ്മുടെ ഒരു ഭാഗ്യം. മാത്രമല്ല നല്ലൊരു ക്യാപ്റ്റനും ഉണ്ട്. ആരാ? ആത്മാവ്. നമുക്കൊരു നല്ല പരമാത്മ ചൈതന്യം ഉള്ളിൽ പ്രകാശിച്ച് നിൽക്കണു നമ്മുടെ ക്യാപ്റ്റനായിട്ട്. ആൻഡ് ഒരു ഗുരു ആത്മാവ് തന്നെയാണ് ഗുരു എന്ന് പറയാം, അല്ലെങ്കിൽ പുറത്തൊരു ഗുരു ആണെങ്കിൽ നമ്മളെ ക്യാപ്റ്റൻ എന്ന് പറയാം കേട്ടോ. നമ്മളെ നയിക്കുന്ന ഒരാളാച്ചാലും നമുക്ക് ആ ആളെയും ക്യാപ്റ്റൻ എന്ന് പറയാം. അല്ല, ആത്മാവിൽ തന്നെ വിശ്വസിക്കുകയാണെങ്കിൽ ആത്മാവ് ക്യാപ്റ്റൻ എന്ന് പറയാം. എന്നിട്ടോ ആൻഡ് നല്ല കാറ്റ് വീശുന്നുണ്ട്, ഭക്തിയാകുന്ന കാറ്റ് നമുക്ക് തരുന്നുണ്ട്. ഭക്തിന്നോ ഈശ്വര കൃപയാകുന്ന കാറ്റും നമ്മളിൽ വർഷിക്കുന്നുണ്ട്. അപ്പോൾ ഓൾ ദീസ് നമ്മുടെ സൗഭാഗ്യങ്ങളൊന്നും ഉപയോഗിക്കാതെ അത് ഇപ്പം നമുക്ക് ഭഗവാൻ തന്നിട്ട്, അതായത് മോക്ഷത്തിലേക്ക് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ദേഹം തന്നു. അതിൽ വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ദേഹം, എല്ലാ സൗകര്യങ്ങളും ദേഹത്തിലുണ്ട്. ആത്മാവ് പരമാത്മ ചൈതന്യം പ്രകാശിച്ച് നിൽക്കണു, അല്ലെങ്കിൽ ഗുരുവായിട്ട് വന്നിട്ട് നമ്മളോട് ഇതാവണു. നമുക്ക് ഈശ്വര കൃപയാകുന്ന കാറ്റ് തരുന്നുണ്ട്. എന്നിട്ട് നമ്മളത് ഉപയോഗിക്കാണ്ടിരുന്നാൽ നമ്മൾ വല്ലാത്തൊരു കഷ്ടമല്ലേ എന്നാണ് പറയണത്. അപ്പം നമ്മൾ ഭക്തിയോടും ശ്രദ്ധയോടും കൂടിയിട്ട് ഭഗവാൻ തന്ന ഈ ശരീരമാകുന്ന ബോട്ടിനെ ഭഗവത് കൃപയാകുന്ന കാറ്റിൻ്റെ സഹായത്തോടെയും ഗുരു അല്ലെങ്കിൽ ഭഗവത്ഗീത, ഭാഗവതം ഇങ്ങനത്തെ പുസ്തകങ്ങളുടെ ക്യാപ്റ്റൻഷിപ്പിൽ അവരുടെ സഹായത്തോടും നമ്മൾ ഉപയോഗിക്കാതിരുന്നാൽ വളരെ കഷ്ടമാണെന്ന് പറയുകയാണ്. കാരണം ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഒന്നും നിശ്ചയമില്ലാത്തതാണ് അല്ലേ. മരണം മാത്രമേ നിശ്ചയമുള്ളൂ. എല്ലാം അൺപ്രഡിക്റ്റബിൾ സ്റ്റോം ഓഫ് ഡെസ്റ്റിനി എന്നൊക്കെ പറയും. അൺപ്രഡിക്റ്റബിളാണ്, എന്താണ് നാളെ വരിക എന്ന്. അങ്ങനെയുള്ളൊരു ദിക്കിൽ ലൈഫ് ഈസ് ഫുൾ ഓഫ് ദാറ്റ് അല്ലേ. നമ്മുടെ ജീവിതത്തിലെല്ലാം ആകസ്മികതകളാണ് എപ്പോഴും, യദൃച്ഛയാ ആണ് എല്ലാതും. അങ്ങനെയുള്ള ദിക്കിൽ നമ്മൾ ഇത് ഈശ്വര സ്മരണയോടുകൂടി ശ്രദ്ധയോടും ഭക്തിയോടും കൂടി തുഴഞ്ഞ് എത്തേണ്ടോർത്ത് എത്തുക. എവിടെ എത്തേണ്ടോർത്ത്? ആത്മാ സാക്ഷാത്കാരം അല്ലെങ്കിൽ മോക്ഷത്തിലേക്ക് എത്തണം എന്ന് പറയുകയാണ് ഭഗവാൻ ഇതിലേറ്റോ. ഇനി അതോടെ 67 കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നിർത്താം. ഞാൻ 67 വായിച്ച് നിർത്തിയാൽ നമുക്ക് നല്ലൊരു ഉപദേശത്തോടു കൂടിയാണ് ഭഗവാൻ അല്ലേ നമുക്ക് എന്താണ് ഇന്ദ്രിയങ്ങളെ അടക്കി ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ച് നമ്മൾക്ക് തന്നിട്ടുള്ള എത്ര ആയുസ്സുണ്ടോ ആ ആയുസ് മുഴുവൻ ഭഗവാനെ സ്മരിച്ച് ഭഗവാനിൽ എത്താൻ സാധിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അഥവാ എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് മുമ്പിലോട്ട് പോകാൻ പറ്റുന്ന സ്ഥലത്ത് നമുക്ക് ജന്മം തരുന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഞാൻ 67 വായിച്ചിവിടെ നിർത്താം. ഇന്ദ്രിയാണം ഹി ചരതാം യന്മനോനുവിധീയതേ തദസ്യ ഹരതി പ്രജ്ഞം വായുർനാവമിവാംഭസി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സമസ്താപരാധം ക്ഷമസ്വമേ. ഗുരുവായൂരപ്പ ശരണം.